5000 രൂപയ്ക്ക് വെറും 10000, വെറും 30,000 രൂപ, വെറും 5000, 10,000 രൂപ ഡൗൺ പേയ്മെന്റ് വെറും 10,000. ഇതേപോലെ 10,000 രൂപയ്ക്ക് RC, 5000 രൂപയ്ക്ക് MT, NS, 500 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, 200 രൂപയ്ക്ക് മിക്സി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കണ്ട് കാണും. ഇതാണ് എല്ലാവർക്കും റെഡി ക്യാഷ് എടുക്കാൻ വേണ്ടി പൈസ കാണില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള റീലിടുന്നവന്മാർ ചെയ്യുന്നത്. ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് വില വീഡിയോസിൽ പറയുന്നില്ല, കാരണം അത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വണ്ടി എടുക്കണമെങ്കിൽ വണ്ടിയുടെ കറക്റ്റ് വില പറഞ്ഞ് വീഡിയോ ഇടുന്നവന്മാരെന്ന് എടുക്കണം. അപ്പോൾ ഇതിലൊരു കറക്റ്റ് കാര്യമാണ് പറയുന്നത്, ആ കേസിന് വണ്ടിയൊക്കെ കിട്ടും. അവരതിൽ കള്ളം പറയുന്നില്ല, പക്ഷേ സത്യത്തിനെ കുറച്ച് ഷുഗർ കോട്ട് ചെയ്താണ് പറയുന്നത്. ഈ 10,000 രൂപയ്ക്കൊക്കെ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി അത്രയും പൈസയുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു 70,000 അടുപ്പിച്ച് ഇൻട്രസ്റ്റ് അടയ്ക്കണം. എന്ന് വെച്ചാൽ വണ്ടിയുടെ വിലയിൽ പകുതി കൂടുതൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കണം. പിന്നെ അതിലൊരു കാര്യം പറയുന്നുണ്ട്, വണ്ടി നിങ്ങളെ വീട്ടിൽ ഇരിക്കും. കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു സെറ്റപ്പിൽ വണ്ടി എടുക്കുന്നത്. അതിനുശേഷം വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം കൂടെ നിങ്ങളുടെ കയ്യിൽ ഒരു കാരണവശാലും നിൽക്കില്ല. എല്ലാവർക്കും വണ്ടി എടുക്കാൻ വേണ്ടി നല്ല രീതിക്ക് ത്വര കാണും. ആ ഒരു ത്വരേനെയാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ EMI ഒക്കെ വണ്ടിയൊക്കെ എടുക്കാം. ഇതേപോലെ ഡൗൺ പേയ്മെൻറ്റ് 10,000 വണ്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് 10,000 വണ്ടി എടുക്കാൻ നിൽക്കരുത്. മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ബാക്കി പൈസ EMI എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ല. അല്ലെങ്കിൽ പടലം പണി കിട്ടും. പിന്നെ ഇതിൽ തന്നെ 2-3 തരം ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ 10% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ തന്നെ ഡിമിനിഷിങ് ഉണ്ട്, അല്ലാതെ വേറൊരു സെറ്റ് ഫ്ലാറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതിന് കാരണം എനിക്ക് ബൈക്കിൻ്റെ സെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മനുഷ്യരാണ്, മരിക്കും, മറക്കും. ഞാൻ ഇനി എന്തെങ്കിലും ബൈക്കിൻ്റെ സെയിലിൻ്റെ വീഡിയോസായിട്ടൊക്കെ വരുമ്പോൾ ഇതാണ് കാര്യൻ്റെ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ പറയും. അന്നൊന്നും ഇതൊന്നും കുത്തിപ്പൊക്കി വരരുത്. അത് ഞാൻ ഇപ്പോഴേ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. വണ്ടി നിങ്ങളെ വീട്ടിൽ ഇരിക്കും. പിന്നെ കടക്കാർക്ക് അവരെ വണ്ടികൾ സെയിലായി പോകും. കാരണം മുമ്പ് ഇപ്പോൾ 5 പേര് വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 വണ്ടി അവരെ കയ്യിൽ നിന്ന് വിറ്റ് പോവും. പിന്നെ ഇത്രയും ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് വണ്ടി കൊടുക്കുകയാണെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ലോൺ സെറ്റ് ചെയ്താൽ കമ്പനിക്ക് ലാഭം കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കമ്മീഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ പുതിയ വണ്ടി എടുക്കാനായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനായാലും ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി. അപ്പോൾ നിങ്ങളെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപ ലോൺ എടുത്തു. ആ ഒരു ലോൺ തന്നെ ഫ്ലാറ്റ് ഇൻട്രസ്റ്റിലും ഡിമിനിഷിങ് ഇൻട്രസ്റ്റിലും 10% വരെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചു. ഇപ്പോൾ നിങ്ങൾ ഫ്ലാറ്റ് ഇൻട്രസ്റ്റിലാണെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര പൈസ അടച്ച് തീർത്ത്, ഇപ്പോൾ നിങ്ങൾ 1 ലക്ഷത്തിന് 50,000 രൂപ അടച്ചിട്ട് ബാക്കി 50,000 രൂപ ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം തൊട്ട് അടച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫെയിം ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അടയ്ക്കണം. പക്ഷേ ഡിമിനിഷിങ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ 1 ലക്ഷം ഉണ്ടായിരുന്നു, അതിലിപ്പോൾ നിങ്ങൾ 50,000 രൂപ അടച്ചു തീർത്തു, ഇനി 50,000 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രമാത്രം അടച്ച് തീർക്കുന്നു ഇൻട്രസ്റ്റ് നമ്മൾ അത്രയും കുറച്ച് അടച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ 50,000 രൂപ ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കുന്ന സമയത്ത് ഫ്ലാറ്റിൽ അത് നിങ്ങൾ ഡിമിനിഷിങ്ങിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 27,000 രൂപ മാത്രം അടച്ചാൽ മതി. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നോക്കിയാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സെറ്റപ്പിൽ വണ്ടിയൊക്കെ 10,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് RC 200 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അടച്ചു തീരുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ RC 200 എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ RC 390 ഒക്കെ എടുക്കാമെന്ന് തോന്നുന്നു യൂസ്ഡ്. അപ്പോൾ അതൊക്കെ നോക്കി എടുക്കണം. എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, ആരെങ്കിലും വായിക്കൊണ്ട് തള്ളേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം. വണ്ടി എടുത്ത് വെച്ചിട്ട് ഓടാതിരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ പറഞ്ഞ പോലെ വല്ല സെറ്റപ്പും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ പിന്നെ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഇൻട്രസ്റ്റ് കൂടുതലും ആൾക്കാരെ പറ്റിപ്പിൽ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ പോലും അതിൽ വീണ് പോകും. കാരണം വണ്ടിയൊക്കെ എടുക്കാമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ത്വരേനെ ഇവർ മുതലെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. അത് മുതലെടുത്ത് അവർക്ക് ലാഭവും നമുക്ക് ഒടുക്കത്തന്നെ ഇഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ പറ്റി ഒരുപാടൊക്കെ തിരക്കിയിട്ടൊക്കെ ചെയ്യുക. ഞാൻ ഇതിനെപ്പറ്റി ആരും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലെന്നായിരുന്നു മുമ്പൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അജിത്ത് ഭട്ടി എൻ്റെ കാര്യം മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ നിന്നാണ് മറ്റേ ഈ സാധനമൊക്കെ ഞാൻ തപ്പിയെടുത്തത്. പിന്നെ ഡൗൺ പേയ്മെൻറ്റൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ എടുത്ത് ചിലവർക്കെങ്കിലും ഒരു വിചാരം കാണും, ഇത് നേരത്തെയൊക്കെ ഫുൾ പൈസ സെറ്റ് ചെയ്ത് അടച്ച് തീർക്കുമെന്ന്. ഇപ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ EMI അടച്ച് തീർക്കുന്നത് നമുക്ക് ലോൺ തരുന്ന കമ്പനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ല. കാരണം അവന്മാർക്ക് നമ്മളൊരു പണം കായ്ക്കുന്ന മരമാണ്. നമ്മൾ EMI നേരത്തെ അടച്ച് തീർത്ത് കഴിഞ്ഞാൽ അവർക്ക് അത്രയും നാൾ കിട്ടേണ്ട ഇൻട്രസ്റ്റും അതേപോലെ തന്നെ EMIയും കാര്യങ്ങളൊക്കെ ലോസ് ആവും. അപ്പോൾ നമ്മളങ്ങനെ അടയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഫുഡ് ക്ലോഷർ ചാർജ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ചാർജൊക്കെ നമ്മളെ പേരിൽ അടിച്ചേൽപ്പിക്കും. അങ്ങനെയെങ്കിലുമേ അവർക്ക് അതിലുള്ള ലാഭം കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ പറ്റൂ. അപ്പോൾ EMI എടുക്കണമെങ്കിൽ ഫുൾ ഡീറ്റെയിലായിട്ട് എടുത്തവരിൽ നിന്ന് മൊത്തം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഈ EMIയുടെ ഏജൻറ്റൊക്കെ നല്ല രീതിക്ക് കൺവിൻസിങ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. കാരണം അവന്മാർ ഇതിനു മുമ്പ് ഒരുപാട് പേര് ഇതിനൊക്കെ പറ്റിച്ച് കാണും.
അപ്പം നമ്മളെ കാര്യം നോക്കേണ്ടത് നമ്മൾ തന്നെയാണ്. വിവരമില്ലായ്മ കാണിച്ച് ത്വരയൊക്കെ എക്സ്ട്രാ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പറ്റിക്കുക തന്നെ ചെയ്യും, വിവരമില്ലാത്തവർ പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ മാക്സിമം പറ്റിക്കപ്പെടാതിരിക്കാനൊക്കെ നോക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതേപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസിനായിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കുക. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.